ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ആ ചെറുപ്പക്കാരൻ നമ്മുടെ ഗംഗയും തട്ടിക്കൊണ്ട് വണ്ടിയിൽ പോവുകയാണ്. അപ്പോൾ അതിലൊരുത്തം പറയും, ഇത് പ്രശ്നമാകുമോടാ, ആ പെണ്ണുങ്ങൾ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്, നമ്മുടെ വണ്ടി നമ്പറും റൂട്ടും ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് അവർ ചെക്ക് പോസ്റ്റിൽ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിൽ നമ്മളെ പിടിക്കുകയല്ലേ എന്ന് പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസുകാർ അന്വേഷിക്കുന്ന ഒരു വഴിയെ നമ്മൾ പോകുന്നില്ല എന്ന് അതിലെ നേതാവ് പറയണ. 10 ലക്ഷം രൂപയുടെ വണ്ടിയേക്കാൾ വലുത് ജീവപര്യന്തം തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് ജീവപര്യന്തം എങ്ങനെയും ഒഴിവാക്കണം, അതിനാൽ ഈ വണ്ടിയും ഇവളും ഇന്നത്തോടു കൂടി കത്തിത്തീരും എന്ന് അവർ പറയാണ് കേട്ടോ. എന്നിട്ട് അവർ വണ്ടി മുന്നിലേക്ക് എടുക്കുകയാണ്. വണ്ടി മുന്നിലേക്ക് എടുക്കുമ്പോഴാണ് പെട്ടെന്ന് അതിലൂടെ നമ്മുടെ വിനീത് നടന്നു പോകുന്ന കാണുന്നത്. അതെന്താടാ, മനുഷ്യൻ തന്നെയാണോ എന്ന് വണ്ടിയിലിരുന്ന അവന്മാർ പരസ്പരം പറയാം. അപ്പം അതിലൊരുത്തം പറയും, വല്ല പ്രേതമായിരിക്കുമോ, ഈ അർദ്ധരാത്രി ഈ വീടും ഒന്നുമില്ലാത്ത ഈ നാട്ടിൻപുറത്ത് ആര് പോകാനാ, മിക്കവാറും വല്ല പ്രേതമോ മർദ്ദയോ വല്ലതും ആയിരിക്കും എന്ന് പറയാ, ഒന്ന് മിണ്ടാതിരിയടാ എന്ന് അതിലപ്പോൾ ഒരുത്തം പറയൂട്ടോ. അതൊരു മനുഷ്യൻ തന്നെയാ, അവൻ ഈ സമയത്ത് ജീവിതം വെറുത്തിട്ടുള്ള നടപ്പാണെന്നാ തോന്നുന്നത്, മിക്കവാറും വല്ല ആത്മഹത്യക്കുള്ള വകുപ്പായിരിക്കും എന്ന് പറയാ. ദേ നീ നീട്ട് 2-3 ഓണങ്ങടിക്ക്, സൗണ്ട് കേട്ടവൻ പോവാണേ പോട്ടെ എന്ന് പറയണേ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ വിനീത് ഇതൊന്നും കേൾക്കുന്ന പോലുമില്ല. അവർ വണ്ടിയുടെ ഓൺ വളരെ ഒച്ച കൂട്ടി അടിച്ചിട്ട് പോലും അവർ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഇതേ സമയം വിനീതാണെങ്കിൽ അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കി വന്ന കാര്യങ്ങൾ തന്നെ മനസ്സിലേക്ക് വരിക. ഇത് ഞാനും എൻ്റെ ഭർത്താവും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ, എന്നെ അനുസരിച്ച് ജീവിക്കുന്നവർ മാത്രം ഈ വീട്ടിൽ ഉണ്ടായാൽ മതി എന്ന സുജാതയുടെ വാക്കുകൾ വിനീതിൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരിക. തൻ്റെ വീട്ടിൽ തനിക്കൊരു സ്ഥാനവും ഇല്ലേ എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവുകയാണ് കേട്ടോ. പെട്ടെന്നാണ് അതിലൊരുത്തം പറഞ്ഞത്, എടാ ഇറങ്ങിപ്പോയി നോക്കടാ, അവനെ പിടിച്ചിട്ട് തള്ളി മാറ്റം അവിടുന്ന്, നമുക്ക് എത്രയും വേഗം ഈ നാട് വിടണം എന്ന് പറയണം കേട്ടോ. അതിലൊരുത്തിന് ഇറങ്ങി ചെന്നിട്ട് വിനീതിൻ്റെ പിന്നിൽ നിന്ന് ഒരു ഉന്ത് കൊടുക്കുക. നീ എന്താടേ കാണിക്കുന്നത്, വണ്ടി പോകുന്ന റോഡിൻ്റെ മുന്നിൽ കൂടിയാണോ നിന്റെ നടത്തം, ഈ 2 സൈഡും മാറി നടക്കാൻ നിനക്ക് പറ്റില്ല, എന്നിട്ട് ചെവിക്കാത്തണ്ടാടാ, നീ എന്നെ പൊട്ടനാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. സോറി സാർ, സോറി, ഞാൻ കേട്ടില്ല എന്ന് വിനീത് മര്യാദയോടുകൂടി പറയുവേ. അപ്പം അതിലൊരുത്തനും കൂടി ഇറങ്ങി വന്നിട്ട് നമ്മുടെ വിനീതിനെ ആണെങ്കിൽ ഉന്തി അങ്ങ് വിടുക. ഉന്തിയ വണ്ടിയുടെ സൈഡിലേക്കാട്ടോ വിടുന്നത്. അപ്പോൾ ഈ ബഹളങ്ങളൊക്കെ കേട്ട് നമ്മുടെ ഗംഗയുടെ ബോധം പതിയെ തെളിയുന്നുണ്ട്. അപ്പോഴാണ് വിനീത് അവിടെ നിൽക്കുന്ന ഗംഗ കാണുന്നത്. വിനീതേട്ടാ, രക്ഷിക്ക് വിനീതേട്ടാ എന്ന് പറഞ്ഞ് ഗംഗ വണ്ടിയിലിരുന്ന് കാറി വിളിക്കുവേ. ഇത് കാണുന്ന അവളുടെ അടുത്തിരുന്ന ചെറുക്കൻ അവളുടെ വാ പൊത്താനായിട്ട് നോക്കും. ഗംഗയാണ് കൈ തട്ടിമറ്റി വീണ്ടും വിനീതേട്ടാ വിനീതേട്ടാ എന്ന് വിളിക്കുവേ. അപ്പം ഗംഗയുടെ ശബ്ദം കേട്ട വിനീത് അവരുടെ വണ്ടിയുടെ അടുത്തേക്ക് ഓടിച്ചില്ലോ. ഗംഗ, അയ്യോ എൻ്റെ ഗംഗ, പ്ലീസ് സാർ, എൻ്റെ ഗംഗയെ വിട് സാർ, അവളൊരു പാവ, നിങ്ങൾ അവളെ എങ്ങോട്ട് തട്ടിക്കൊണ്ട് പോവാ, അവളെ വിടാനാ പറഞ്ഞത് എന്നും പറഞ്ഞ് അവരോട് ബഹളം വെക്കും. അത് കേൾക്കുമ്പോൾ അവർ പറയും, നിന്റെ ഗംഗ അല്ലടാ, ഇനി ഇവളെ ഞങ്ങളുടെ ഗംഗയാ, ഞങ്ങളുടെ സ്വന്തം ഗംഗ, ഇവളെ ആയിട്ടേ ഞങ്ങൾ ഈ നാട് വിടാൻ പോവാ, നീ എന്ത് ചെയ്യൂടെ പീറ ചെറുക്ക എന്ന് അതിലൊരുത്തൻ ചോദിക്കും കേട്ടോ. സാർ പ്ലീസ് സാർ, എൻ്റെ ഗംഗയെ വിടാനാ പറഞ്ഞത്, വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ എന്ന് ചോദിക്കും. ഇതേ സമയം നമ്മുടെ കാവേരി യമുനയും ഗംഗയുടെ പിന്നാലെ ഓടി വരികയാണ് കേട്ടോ, അവരുടെ വണ്ടി പോകുന്നതിന് പിന്നാലെ. അപ്പോൾ ഓടി ഓടി നമ്മുടെ യമുന ക്ഷീണിച്ച് അവിടെ തളർന്നിരിക്കുക. കാവേരി ചേച്ചി, എന്നെക്കൊണ്ട് ഇനി ഒരു അല്പം പോലും ഓടാൻ വയ്യ, 2 കാലും തളർന്ന് ചേച്ചി, ഇനി നമുക്ക് ഇവിടെ നിൽക്കാം, എനിക്ക് പറ്റില്ല ചേച്ചി എന്ന് പറയാം. പ്ലീസ് മോളെ, നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഗംഗേച്ചിയെ രക്ഷപ്പെടുത്തണം, മോള് കുറച്ചും കൂടി ഓട്, നമുക്ക് എങ്ങനെയും ഓടി എത്തണം എന്ന് പറയാം. അവരാ ചെക്ക് പോസ്റ്റ് കടന്നു പോകാൻ അവർക്ക് പറ്റില്ല, നമുക്ക് ഓടി എത്തിയേ പറ്റൂ, മോള് വാ എന്ന് പറയാം. അപ്പോൾ വീണ്ടും യമുന കാല് വലിച്ചു വെച്ച് ഓടുക. പറ്റുന്നില്ല ചേച്ചി, ഇനി ഒരു തുള്ളി ഓടാൻ എന്നെക്കൊണ്ട് പറ്റില്ല, പ്ലീസ് മോളെ, നമ്മുടെ ഗംഗേച്ചിക്ക് വേണ്ടി നീ കുറച്ചും കൂടി ക്ഷമിക്കുക എന്ന് പറയണേ കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ കാവേരി യമുനയും വലിച്ചുകൊണ്ട് ഓടാനായിട്ട് തുടങ്ങുവാണ്. ആ ഗംഗ അപകടത്തിലാണ്, തൻ്റെ ഗംഗയെ തട്ടിക്കൊണ്ട് പോവുകയാണെന്ന് കണ്ട വിനീതിനുള്ളിലേക്ക് മറ്റൊരു വിനീത് ഉണരുകയാണ് കേട്ടോ. അവന്മാരെല്ലാം അടിച്ച് തകർക്കാണ്. എൻ്റെ ഗംഗയെ തന്നെ നിനക്ക് വേണോ അല്ലേടാ, എൻ്റെ പെണ്ണിനെ ഉപദ്രവിച്ചിട്ട് നീയൊക്കെ ഈ നാട്ടിൽ നിന്ന് 2 കാലിൽ നിന്ന് പോകുന്ന എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞാൽ അവിടെ കിടന്ന ഒരു തടി കഷ്ണം എടുത്ത് അവരുടെയൊക്കെ തലക്കിട്ടും കാലിനിട്ടും കൈക്കിട്ടും ഒക്കെ എടുപ്പ് തടി കൊടുക്കുക. അവന്മാരും നമ്മുടെ വിനീതിനെ പ്രതിരോധിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ വിനീതിൻ്റെ ദേഹത്ത് ബാധ കയറിയ പോലെ രീതിയിലുള്ള ആക്രമണമാണ്. കാരണം തൻ്റെ ഗംഗ അപകടത്തിലാണ് എന്നറിഞ്ഞ വിനീത് മറ്റൊരാളായി മാറുമായിരുന്നു. ഗംഗയെ രക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വിനീത്. എൻ്റെ പെണ്ണിനെ നീ ഇനിയും ഉപദ്രവിക്കുമല്ലേടാ എന്നും പറഞ്ഞ് ഒരുത്തൻ്റെ തലയടിച്ചു പൊട്ടിക്കാൻ നോക്കുമ്പോഴത്തേക്കും വിനീതേട്ടാ എന്ന് നമ്മുടെ ഗംഗ പിന്നിൽ നിന്ന് വിളിക്കുകയാണ്. ഗംഗയുടെ ആ വിളി കേൾക്കുന്ന വിനീത് ബോധോദയം ഉണ്ടായതുപോലെ തിരിഞ്ഞു നോക്കുക. അപ്പോഴേക്കും ആ ചെറുപ്പക്കാരെല്ലാം അവിടെയെല്ലാം വീണ് കിടക്കുകയാണ് കേട്ടോ. ഒരടി നീങ്ങാൻ പോലും അവന്മാർക്ക് പറ്റാത്ത അവസ്ഥയിലാക്കി കളഞ്ഞു അവരെല്ലാവരെയും. നമ്മുടെ വിനീത്, മോളെ ഗംഗ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ
അല്ലേ എന്നും പറഞ്ഞ് ഓടിച്ചെല്ലുക. പെട്ടെന്ന് ഗംഗയുടെ ബോധം പറഞ്ഞ് വിനീതിൻ്റെ കൈകളിലേക്ക് വീഴാണ് കേട്ടോ. മോളെ ഗംഗെ, എന്താ മോളെ നിനക്ക് പറ്റിയത്? മോളെ കണ്ണു തുറക്കുക, ഇത് വിനീതേട്ടനാടാ എന്നും പറഞ്ഞ് നമ്മുടെ ഗംഗയെ കണ്ണ് തുറക്കാനായിട്ട് നോപ്പിക്കുന്നുണ്ട് വിനീത്. പക്ഷെ ഗംഗയുടെ കണ്ണ് അടഞ്ഞു തന്നെ ഇരിക്കുകയാണ് കേട്ടോ. പെട്ടത് ഒരു വിധത്തിൽ ഗംഗയെ വലിച്ച് ആ വണ്ടിയിൽ നിന്നെടുത്ത് അവളെ ആയിട്ട് മുന്നോട്ട് നടക്കുകയാണ് നമ്മുടെ വിനീത്. ഗംഗയ്ക്ക് അപ്പോഴേക്കും പതിയെ ബോധം വരുന്നുണ്ട്. മോളെ, ഒരു കുഴപ്പമില്ലടാ, ഇനി നിനക്ക് ഒരബദ്ധമില്ല. അവന്മാരെല്ലാം ഈ വിനീതേട്ടൻ തല്ലി ചതച്ചിട്ടുണ്ട്. എൻ്റെ ഗംഗയെ ഉപദ്രവിക്കാൻ വന്ന ഒരുത്തനും 2 കാലിലെ ഈ നാട്ടിൽ നിന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയണം കേട്ടോ. അപ്പം യമുനയും കാവേരിയും ഓടി വരുന്ന വഴിയിലേക്കാണ് നമ്മുടെ വിനീത് ഗംഗയായിട്ട് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് അകലേന്ന് കാണുമ്പം അവരെന്താ വരുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ യമുന ചോദിക്കും, കാവേരി ചേച്ചി ദേ അങ്ങ് നോക്കിക്കേ, എന്തോ സാധനം നടന്നു വരുന്നു, എനിക്ക് പേടിയാകുക എന്ന് പറയാം. നീ പേടിക്കാതെ, ഈ നാട്ടിൽ ആരെ പേടിക്കാനോ, ഒരു കുഴപ്പമില്ല എന്ന് പറയണ. അത് വിനീതേട്ടനല്ലേ എന്ന് കാവേരി അപ്പം ചോദിക്കുക. വിനീതേട്ടനോ? ഈ പാതിരാത്രി ഇവിടെ എന്തിനാ വിനീതേട്ടൻ വന്നേ എന്നപ്പം ചോദിക്കുക. നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവർ വിനീതിൻ്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ അടുത്തെത്താറാവുമ്പോഴാണ് കൈകൾ ഗംഗ കിടക്കുന്ന കാണുന്നത്. അയ്യോ ഗംഗേച്ചി എന്ന് പറയാം. അയ്യോ ഗംഗേച്ചിയെ രക്ഷപ്പെടുത്തിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവരെ കാണുന്ന വിനീത് അവരുടെ അടുത്തായിട്ട് ഗംഗ കിടത്തുക. ഗംഗയ്ക്ക് അപ്പോഴത്തേക്കും ബോധം വന്നു കേട്ടോ. അപ്പം വിനീതിൻ്റെ ദേഹത്തും ഗംഗയുടെ ദേഹത്തും ഒക്കെ ചോരപ്പാടുകളുണ്ട്. അയ്യോ വിനീതേട്ട ഒരുപാട് മുറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കാവേരി പറയും. അതൊന്നും സാരമില്ല, അവന്മാർക്ക് വേണ്ടത് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. അവന്മാർ നാട് വിട്ട് പോയോ വിനീതേട്ട? ഇല്ലെങ്കിൽ അവർക്കിട്ട് 2 എണ്ണം കൂടി എനിക്ക് കൊടുക്കണം എന്ന് പറയാം. അപ്പോഴേക്കും ഗംഗ പെട്ടെന്ന് എഴുന്നേക്കൂട്ടോ. കാവേരി, ഇനി നീ എങ്ങോട്ടാ? ഒരു വിധത്തിലാണ് വിനീതേട്ടനെ ഞാൻ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് വന്നത്. അല്ലെങ്കിൽ ഇപ്പം വിനീതേട്ടൻ ജയിലിൽ പോയനെ അവരെ കൊന്നിട്ട് ആ പരുവാക്കിയിട്ടുണ്ട് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അത് വിശ്വസിക്കാൻ കഴിയാതെ കാവേരി യമുനയും പരസ്പരം നോക്കുകയാണ്. നമ്മുടെ ശാന്തനായിട്ടുള്ള പാവമായിട്ടുള്ള വിനീതിൽ നിന്നും ഇങ്ങനൊരു ഭാവമോ എന്നുള്ള രീതിയിൽ പെട്ടെന്നാണ് നമ്മുടെ ഗംഗയുടെ ശ്രദ്ധയിൽ വിനീതിൻ്റെ നെറ്റിൽ നിന്ന് ചോര ഒഴുകുന്ന കാണുന്നത്. അയ്യോ വിനീതേട്ട ചോര എന്നും പറഞ്ഞ് നമ്മുടെ ഗംഗ വിനീതിൻ്റെ അടുത്തേക്ക് ചായയാണ് കേട്ടോ. എന്നിട്ട് അവളുടെ ഷാള് കൂട്ട് കീറി വിനീതിൻ്റെ ചോര ഒപ്പുക. അപ്പം ഇതൊക്കെ കാണുന്ന കാവേരി യമുനയും പരസ്പരം നോക്കുകയാണ്. അപ്പോൾ യമുന കാവേരിയോട് പറയും, കുറച്ച് നമ്മളൊക്കെ സങ്കടപ്പെട്ടെങ്കിലും അത് നല്ലതിനായിരുന്നെന്നാണ് കാവേരി ചേച്ചി തോന്നുന്നത്. ഇവരുടെ മനസ്സിലുള്ള യഥാർത്ഥ സ്നേഹം പുറത്ത് ചാടുന്നുണ്ട്. 2 പേരും മനസ്സിൽ മറച്ചു വെച്ചിരിക്കുക അവരുടെ സ്നേഹം. വിനീതേട്ടൻ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടെങ്കിലും ഗംഗേച്ചി അത് ഇതുവരെ പ്രകടിപ്പിച്ചില്ലായിരുന്നു. ഈ ഇങ്ങനെയൊന്നും സംഭവിച്ചത് കാരണം ഗംഗേച്ചിയുടെ സ്നേഹവും പുറത്തേക്ക് വരുന്നത് കണ്ടോ എന്ന് ചോദിക്കുക. അത് ശരിയാടി എന്ന് കാവേരിയും പറയാൻ കേട്ടോ. എന്നിട്ട് നമ്മുടെ വിനീതിൻ്റെ മുഖത്തെ ചോരയൊക്കെ നമ്മുടെ ഗംഗ ഷാളുകൊണ്ട് ഒപ്പ് കളയാണേ. അത് വിനീതിനൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. തൻ്റെ പ്രിയപ്പെട്ടവൾ തന്നെ ശുശ്രൂഷിക്കുന്നത് വിനീതിന് സ്വപ്നത്തിലെന്ന പോലെ ഇരിക്കുകയാണ് കേട്ടോ. ആ റൊമാൻറ്റിക് മൊമെൻറ്റിനെ കൂടുതൽ സുന്ദരമാക്കാനായിട്ട് ഒരു സുന്ദരമായ പാട്ടും ഉണ്ട് കേട്ടോ. അപ്പം അവരുടെ 2 പേരും അവരുടേതായ ഒരു ലോകത്ത് തന്നെയാണ് മുഴുകിയിരിക്കുന്നത്. നമ്മുടെ കാവേരിയും യമുനയും അതിനൊക്കെ സാക്ഷികളായിട്ട് നോക്കി നിൽക്കുന്നു. അവരുടെ ആ സുന്ദര നിമിഷം ഒന്ന് സംസാരിച്ചു പോലും നഷ്ടപ്പെടുത്താതിരിക്കാൻ കാവേരിയും യമുനയും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി എനിക്ക് സന്തോഷമായി എന്ന് യമുന കാവേരിയോട് പറയും. അത് നേരാ, ഇവരുടെ കാര്യത്തിലൊക്കെ ഒരു സമാധാനമായി. പക്ഷേ എൻ്റെ കാര്യത്തിലേ തുടങ്ങാൻ പോകുന്നതേ ഉള്ളടി. ചേച്ചി എന്താ ഈ പറയുന്നേ? അമ്മ ഇപ്പം മഹാഭാരതം എഴുതി തുടങ്ങിക്കാണും. ഞാനേ വീട്ടിൽ ചെല്ലേണ്ട താമസം അത് മുഴുവനും എന്നെ വായിച്ച് കേൾപ്പിക്കും. അതിനുശേഷം യുദ്ധം കൂടി നടത്തി കഴിഞ്ഞ് ഇന്ന് എന്നെ ഉറങ്ങാൻ സമ്മതിക്കുള്ളൂ. അത് ഓർത്തിട്ടാ. അപ്പോൾ യമുനയ്ക്ക് പെട്ടെന്ന് ആ കാര്യമൊക്കെ ഓർമ്മ വരും കേട്ടോ. കാവേരിയെ ശാരദയിട്ട് പൊരിക്കാൻ പോകുന്നത്. അത് ശരിയാ കാവേരി ചേച്ചി, ഇനി ചേച്ചിയുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ഗംഗയും രക്ഷപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും സ്നേഹതീരത്തേക്ക് ചെല്ലുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്തിട്ടുള്ള ഭാഗമാണ് പിന്നെ കാണിക്കുന്നത്. ശാരദ നല്ല ദേഷ്യത്തിലാണ്. നമ്മുടെ കാവേരിയാണേ ഉറക്കം തന്നെയാണ് കേട്ടോ. ഇന്ന് ഉണരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പം ഗംഗയോടാണ് ശാരദ കിടന്ന് പറയുന്നത്, ഇവിടെ മഹാറാണിമാരുണ്ട്, അത് പെൺബുദ്ധി പിൻബുദ്ധി എന്നാ, അത് കറക്റ്റായി 4 പെണ്ണുങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ കിടന്ന് തുള്ളിയതിൻ്റെയാ ഇന്നലെ രാത്രി കൊണ്ട് ഞാൻ അനുഭവിച്ച് തീർത്തത്. അവക്കൊക്കെ കോടീശ്വരിമാരാകണം. വല്ലവരും കിടന്ന് തുള്ളുന്ന കണ്ടിട്ട് ഇവിടെ ഉള്ളവന്മാർ തുള്ളിയാലേ ഇങ്ങനെ ഇരിക്കും. എന്തേലും പറ്റിപ്പോയിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? ഈ നാട്ടുകാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എന്നെ നാട്ടുകാരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത പോലെ ആക്കിയില്ലേ ഇവിടുത്തെ പെണ്ണുങ്ങൾ. അതെങ്ങനെയാ? ഒരുത്തി പറയും, ബാക്കിയുള്ളവൾ അത് കിടന്ന് തുള്ളാനും നിൽക്കും. അങ്ങനെയാണല്ലോ. ഇനിയെങ്കിലും അമ്മയെന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്നും അമ്മ പറയുന്നത് അംഗീകരിക്കണമെന്നും കരുതി ജീവിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം. അവൾ എവിടെ? ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോത്തുപോലെ അവൾ കിടന്ന് ഉറങ്ങുമല്ലേ എന്ന് ശാരദ പറയണം കേട്ടോ. അപ്പോൾ ഗംഗ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണേ. ഇനി
പിന്നെ റിസോർട്ട് ഹോം സ്റ്റേ എന്ന് പറഞ്ഞൊക്കെ നീയൊക്കെ വന്ന അപ്പോഴാ എല്ലാത്തിൻ്റെ മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കുന്നേ. നിന്നെയൊക്കെ തല്ലാൻ വേണ്ടി ഇനി സ്പെഷ്യൽ ചൂരിൽ മേടിച്ച് ഇവിടെ വെക്കണം എന്നാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് ശാരദ നല്ല ഫോമിലാണ് രാവിലെ തന്നെ. അപ്പം ഇതൊന്നും അറിയാതെ കാവേരി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം ഗംഗ കാവേരിനെ വിളിക്കാനായിട്ട് റൂമിലേക്ക് ചെല്ലുക. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവളിതേ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുന്നു. അമ്മ എന്നെ പൊരിച്ചടുക്കിക്കൊണ്ടും ഇരിക്കുന്നു. എടി കാവേരി, നീ ഇന്ന് എഴുന്നേക്കുന്നില്ലേ? നിനക്ക് ജോലിക്കൊന്നും പോകണ്ടേ? റിസോർട്ടിൽ പോകണ്ടേടി എന്നും പറഞ്ഞ് ഗംഗ കാവേരി എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കും. പെട്ടെന്ന് ഗംഗ നമ്മുടെ കാവേരിയുടെ തോളിൽ കൈവെക്കുമ്പം കാവേരി കയറി അത് പിടിക്കും. അരവിന്ദൻ്റെ മക്കളുടെ തോളിൽ കൈവെക്കാൻ ധൈര്യമുള്ളവൻ ആരാടെ ഈ നാട്ടിലുള്ളത് എന്ന് ചോദിക്കും കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ഗംഗ പറയും, അരവിന്ദൻ്റെ പൊന്നുമോളിങ്ങി എഴുന്നേറ്റേ, അരവിന്ദൻ്റെ ഭാര്യ അടുക്കള കിടന്ന് ഉറിഞ്ഞു തുള്ളുന്നുണ്ട്, നിനക്കുള്ളതും കൂടി ഞാനും കേട്ടോണ്ടിരിക്കാം, മോൾ എഴുന്നേറ്റ് വാ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കേൾക്കാം എന്ന് പറയുകയാണേ. ഓ ചേച്ചി, ഇന്ന് എഴുന്നേക്കാൻ ഇച്ചിരി വൈകി, സാരമില്ല, ഞാൻ കുറച്ചുകൂടി കിടന്നിട്ടേ ഏൽക്കുന്നുള്ളൂ എന്ന് പറയാം. ദേ വെണ്ണേ, നിനക്ക് ജോലിക്കൊന്നും പോകണ്ടേ? ദേ അമ്മയുടെ നാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് കിട്ടിയ ഒരു അവസരമാണ് ഈ ജോലി, നീ വേണമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്, അല്ലെങ്കിൽ ഇന്ന് മുഴുവനും അമ്മയുടെ വായിലിരിക്കുന്ന മുഴുവൻ നീ കേൾക്കേണ്ടി വരും. ദേ യമുനയും നിളയൊക്കെ അവർ രക്ഷപ്പെട്ട് സ്കൂളിലേക്കും കോളേജിലും ഒക്കെ പോയി, ഇനി വൈകിട്ടേ അവർക്ക് വല്ലതും കേട്ടാൽ മതി, നീയും പോകാൻ നോക്ക് പെണ്ണെ എന്ന് പറയാണ്. അതിന് ജോലിയൊന്നും ഇല്ലല്ലോ. ജോലി ഇല്ലെന്നോ? നീ എന്തൊക്കെയാ പറയുന്നേ? രാജേശ്വരി ആൻറ്റിയുടെ റിസോർട്ടിൽ നീ ജോലിക്ക് പോകുന്ന കാര്യമൊക്കെ മറന്നുപോയോ? ആ ജോലി പോയല്ലോ. ജോലി പോയെന്നോ? നീ എന്താ ഈ പറയുന്നത്? അയ്യോ, ജോലി പോയ കാര്യം ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഈ ഹോം സ്റ്റേ പ്രശ്നം ഒന്ന് ആറ് തണുക്കുന്നത് വരെ ജോലി പോയ കാര്യം തൽക്കാലം അമ്മയെ അറിയിക്കാത്തതാ നല്ലത്. അല്ലെങ്കിൽ എന്നെ അമ്മ കുറ്റിച്ചോല് വെച്ച് ഈ വീട് മുഴുവനും ചുറ്റും ഓടിച്ചിട്ടടിക്കും. അത് വേണ്ട, തൽക്കാലം 3-4 ദിവസം കഴിയട്ടെ, അതിനുശേഷം പറയാം. ഒന്നുമില്ല കെങ്കേച്ചി, മിനിഞ്ഞാന്നും ഇന്നലെയൊക്കെ ഞാൻ ജോലിക്ക് പോയല്ലോ എന്ന് പറഞ്ഞതാ. ഇന്നിപ്പോൾ പോയില്ലേലും കുഴപ്പമില്ല, 2 ദിവസം ലീവ് എടുക്കാം. ഇന്നലെ ഓടിയൻ്റെ നല്ല ക്ഷീണം, കൈക്കും കാലിനും ഒക്കെ എന്താ വേദന. പൊന്നു മോളെ, എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പോയതോർത്ത് പിന്നെ നീ പശ്ചാത്താപിക്കേണ്ടി വരും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറയാനേ. ഇതേ സമയം നമ്മുടെ വിനീതിൻ്റെ വീട്ടിലെ വരാന്തയിൽ കയറി നമ്മുടെ വിനീത് കിടക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് സുജാത എഴുന്നേറ്റ് വരുമ്പോഴാണ് തിണ്ണെ കിടക്കുന്ന വിനീതിനെ കാണുന്നത്. ഈ ചെറുക്കൻ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? എന്നോട് പിണങ്ങിപ്പോയി അവന് ഇവിടെ കിടന്നുറങ്ങാൻ കുഴപ്പമില്ലല്ലേ? എടാ വിനീതെ, എഴുന്നേൽക്കടാ എന്നും പറഞ്ഞ് വിനീതിനെ വിളിക്കാൻ നോക്കൂട്ടോ. അപ്പോഴത്തേക്കും ആരടാ അത് എന്നും പറഞ്ഞ് വിനീത് ഞെട്ടി എഴുന്നേൽക്കും. ഓ അമ്മയായിരുന്നോ? പിന്നെ നീ ആരെന്നാ കരുതിയത്? പെട്ടെന്നാണ് സുജാത അവൻ്റെ ദേഹമൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇതെന്താടാ പറ്റിയത്? നിന്റെ നെറ്റി എങ്ങനെയാണ് മുറിഞ്ഞത്? അതേ ചോര വരുന്നു, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുക. അത് പിന്നെ അമ്മേ, ഞാനൊന്ന് വീണതോ? ഒന്ന് വീണ ഇതുപോലെ മുറിവുണ്ടാവോ? സത്യം പറ, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുക. അത് പിന്നെ ഞാൻ ആ കത്തിപ്പാറയില്ലേ, അവിടുത്തെ ചതുപ്പിലെ വീണ്. എൻ്റെ ഈശ്വര, ചതുപ്പി വീണെന്നോ? എന്നിട്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ, നീ എങ്ങനെയാ എന്നിട്ട് അതിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നേ? അത് ഒരു ദിവ്യ വെളിച്ചം, എന്നെ മുകളിൽ നിന്ന് ആരോ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ ദിവ്യ വെളിച്ചം അമ്മയായിരുന്നു അമ്മേ. അത് കഴിഞ്ഞ് ഒന്നുകൂടി ഞാൻ നോക്കിയപ്പോൾ ഒരു നക്ഷത്രം അതെന്നെ മാടി വിളിക്കുന്നു. ആ നക്ഷത്രത്തിനും എൻ്റെ അമ്മയുടെ മുഖമായിരുന്നു. എനിക്കറിയാം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിച്ചം എൻ്റെ സുജാതമ്മയാണെന്ന് പറയൂട്ടോ. ഒന്ന് പോട ചേർക്ക, രാവിലെ തന്നെ അവരെന്നെ സോപ്പിടുന്നു. അല്ല, എന്നിട്ട് നിൻ്റെ മുറിവൊക്കെ ആരാ കെട്ടിവെച്ചത്? അത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ, ഒരു ദിവ്യ വെളിച്ചം എന്നെയും കൊണ്ട് മുന്നോട്ട് പായിക്കുമായിരുന്നെന്ന്. എനിക്കൊരു ബോധമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മേ. അവിടെ അടുത്തുള്ള ഏതോ വീട്ടിൽ ഞാൻ കയറി, അവരാരോ ചെയ്തു തന്നതാ, ഒന്നും ഓർമ്മയില്ല. അതിന് കത്തിപ്പാറ ആ ഭാഗത്ത് വീടുകളൊന്നും ഇല്ലല്ലോ. എനിക്കറിയില്ലമ്മേ, എന്തൊക്കെയോ സംഭവിച്ചു. എല്ലാം എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലവാ എന്ന് പറയൂട്ടോ. ദേ നീ പോയി കുളിച്ചിട്ട് വാ, നമുക്ക് കാപ്പി കുടിക്കാം എന്ന് സുജാത പറയും. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം, ഇവനെ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സുജാത ആലോചിച്ച് നിൽക്കുവാണ് കേട്ടോ. ഇതേ സമയം സ്നേഹതീരത്ത് നമ്മുടെ ഗംഗ ഒരു വിധത്തിൽ കാവേരിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുവാണ് കേട്ടോ. എടി വേഗം കഴിക്കുക, എന്നിട്ട് ജോലിക്ക് പോകാൻ നോക്ക് എന്നും വീണ്ടും ഗംഗ പറയുവാണേ. ഈ ഗംഗച്ചയുടെ ഒരു കാര്യം, ഇല്ലാത്ത ജോലിക്ക് ഞാൻ എങ്ങനെ പോകാനാ? എൻ്റെ ഈശ്വര, വീട്ടിലിരുന്ന അമ്മയുടെ നാക്കിനും ഞാൻ ഇരയാകും, എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ ആലോചിക്കുക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും